ഹലോ ഗായ്സ്, ഞാൻ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഒരു ചെറിയ റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. സോ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, കോളിഫ്ലവർ ബജ്ജി. അതുതന്നെ കോളിഫ്ലവർ ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. സോ കോളിഫ്ലവർ ബജ്ജി നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ കോളിഫ്ലവർ നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. എനിക്ക് കോളിഫ്ലവർ പേഴ്സണലി ഒന്ന് വെന്ത് കിട്ടുന്നതാണ് നല്ലത്. സോ അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, അതിൻ്റെ പുഴുവും അങ്ങനത്തെ സാധനങ്ങളെല്ലാം പോകാനും അതൊന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ വൃത്തിയാക്കിയതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതേപോലെ ഇത്തിരി ഉപ്പും ഇട്ടിട്ട് അതൊന്ന് വേവിക്കും. നന്നായിട്ട് ബോയിൽ ചെയ്ത് വേവിച്ച് എടുക്കും. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. സോ അടുപ്പത്ത് കിടന്ന് അത് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. നമ്മുടെ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ അതുണ്ടാക്കാം. ഇതവിടെ കിടന്ന് വെന്തോട്ടെ. ഇത് അത്ര സമയം എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് തീരുന്നതാണ്. ഞാനിത് വേവിക്കണമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം അതിനകത്തുള്ള എല്ലാ പുഴുക്കളും എല്ലാം പോവും, പ്ലസ് നമുക്കതൊന്ന് വെന്തും കൂടെ കിട്ടും. സോ ഞാൻ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് കടലമാവാണ്, ബേസൻ. സോ കടലമാവ് ഒരു നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങൾക്കിപ്പം ഞാനിപ്പോൾ ഒരു കോളിഫ്ലവറാണ് എടുത്തത്. സോ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 സ്പൂൺ എനിക്ക് മതിയായിരുന്നു ബേസൻ. സോ 4 സ്പൂൺ ഇത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട്, ഇതിനൊരു നല്ല ഒരു സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ചതച്ചിടുകയാണെങ്കിൽ അത്ര നല്ലത്. ഞാനിപ്പോൾ എളുപ്പമാർഗ്ഗത്തിന് വേണ്ടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നു. സോ ഞാനത് ഇട്ടു. അത് അധികം ഒന്നും വേണ്ട, ഇത്തിരി മതി. പിന്നെ എനിക്ക് ഞാനിട്ടത് ചിക്കൻ മസാല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ, അത് നിർബന്ധമൊന്നുമില്ല. സോ എന്തെങ്കിലും ഒരു മസാല നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണ്, മസാലയുടെ ടേസ്റ്റ് അതൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മസാല. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് എന്താ വേണ്ടത്, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുളക് പൊടി. കറക്റ്റ്. സോ ഇനി നമ്മളിടാൻ പോകുന്ന മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച്. കാശ്മീരി മുളക് പൊടി ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കളറ് കിട്ടും. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കാശ്മീരി മുളക് പൊടിയല്ല, നോർമലാണ്. സോ അതുകൊണ്ട് ഞാൻ 1.5 ഇട്ടുള്ളൂ. കാരണം എനിക്ക് അധികം ഭയങ്കര എരിവ് വേണ്ട. ചിലവർ എന്താ പറയുക, പെപ്പറും ഇടും കേട്ടോ. പിന്നെ നമുക്ക് കോൺഫ്ലവർ എന്തിനാണ് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഗോ ഫോർ ഇറ്റ്, കോൺഫ്ലവർ. ഇനി മുട്ട ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതായിട്ട് കിട്ടും. ഞാൻ മുട്ട ഇടുന്നില്ല, കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ഒരു ഇതിലേക്കാണ് എടുക്കുന്നത്. സോ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തു. ഇനി നിങ്ങൾക്ക് മാവിൽ വേണമെങ്കിൽ ഉപ്പിടാം കേട്ടോ, ഇത്തിരി ഇട്ടാൽ മതി, ഒത്തിരി ഇടണ്ട, കാരണം നമ്മൾ വേവിക്കുന്നത് അതുകൊണ്ട്. സോ ആ മാവിൻ്റെ ബാറ്ററിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം മതി. ഓക്കെ. സോ ഉപ്പിടുക, അതിന് ശേഷം വെള്ളം ഒഴിക്കുക, നന്നായിട്ട് ആ ബാറ്റർ മിക്സ് ചെയ്യുക. നമുക്കിങ്ങനെ തരിതരി ഒന്നും പാടില്ല, തരിതരി ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ബാറ്റർ മിക്സ് ചെയ്യുക. ബാറ്റർ നന്നായിട്ട് അപ്പോൾ ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്ച്വലി. ഈ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന എന്താ പറയുക, കോളിഫ്ലവറോടെ വേവിക്കാനായിട്ടില്ലേ, സോ അത് നന്നായിട്ട് വെള്ളം ഊറ്റി കളയുക. വെള്ളം നന്നായിട്ട് ഊറ്റി കഴിഞ്ഞതിന് ശേഷം ഈ ബാറ്ററിലേക്ക് അത് ഇട്ടിട്ട് കുറച്ച് നേരം വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ ഒരു ഇത് അതിന് കിട്ടും. ഓക്കെ. ഇട്ടതിന് ശേഷം എണ്ണ ചൂടാക്കുക, പൊരിക്കുക. അത്രയേ ഉള്ളൂ ആക്ച്വലി ഇതിൻ്റെ ഇത്. കണ്ടോ, ബാറ്റർ നമുക്ക് ഏകദേശം ഈ ഒരു ലെവൽ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. കുറച്ചും കൂടെ കട്ടിയാവുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. എൻ്റെ കയ്യിൽ ഇത്തിരി വെള്ളം കൂടി പോയായിരുന്നു. സോ ഈ ഒരു കൺസിസ്റ്റൻസി, ഇതിലും കുറച്ചും കൂടെ കൺസിസ്റ്റൻസി ആവാം, കാരണം എൻ്റെ കയ്യിൽ ഇത്തിരി വെള്ളം കൂടുതൽ എനിക്ക് തോന്നിയായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഇത് കണ്ടോ, തിളച്ചിട്ടുണ്ട്. ആ ഒരു മഞ്ഞളൊക്കെ മാറി നിൽക്കുന്നുണ്ട്. സോ ഇത് ഞാൻ നന്നായിട്ട് അങ്ങ് ഊറ്റും. ഓക്കെ. ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം ചൂടോട് കൊണ്ടിരുന്നില്ല, പക്ഷേ ഞാൻ എൻ്റെ ഒരു ധൃതിയും എൻ്റെ ഒരു ഇത് തീർക്കാനുള്ള ഒരു ഇതും കാരണം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം കണ്ടോ, ഇത് ഇനി പാറ്ററിനകത്തൊക്കെ ഇരിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് കുറേശ്ശെ ഇട്ടിട്ട് മുക്കി എണ്ണയിലേക്ക് ഇടുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ടു, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എനിക്ക് ആ മാരിനേറ്റ് കുറച്ച് പിടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കും. സോ ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കണ്ടോ, നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ആ ഒരു സത്ത് നമുക്ക് എന്താ പറയുക, അതൊന്ന് പിടിക്കുക, അതൊന്ന് സോഫ്റ്റ് ആവുക, അതിൻ്റെ ഇതിലേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനപ്പോൾ ഇത് കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് എണ്ണ നന്നായിട്ട് ചൂടായി. ആ സമയം കൊണ്ട് ഞാൻ ഇത് വറക്കാൻ തുടങ്ങി. ഓക്കെ.
ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഇത് വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കുട്ടികൾക്കൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലവർ കളർ ചേർത്തുണ്ടാവും, അജിനോമോട്ടോ ചേർത്തുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ചേർത്തുണ്ടാവും. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇത് കുറച്ചും കൂടെ നല്ല സൂപ്പറായിട്ട് വരാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ മുട്ടയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ആ ബാറ്ററിനകത്ത് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരുപാടെണ്ണം ഇട്ടിട്ട് മറിച്ചിട്ടും തിരിച്ചിട്ടും കൊടുക്കണം. നന്നായിട്ടൊരു നല്ലൊരു ചുമന്ന കളറ് കിട്ടും. ഞാൻ പിന്നെ കശ്മീരി മുളക് അല്ലാത്തത് കൊണ്ടുള്ള ആ ഒരു ഓറഞ്ചിഷ് കളറായിട്ടാണ് എനിക്ക് വരിക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ഫസ്റ്റ് എണ്ണം കോരിയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ നമുക്ക് അടുത്ത സെറ്റ് ഇട്ടിരിക്കുകയാണ്. സോ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇതേപോലുള്ള നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സോ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെയും എല്ലാം അറിയിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും കാണും വരെ, വീണ്ടും ഇതേപോലത്തെ റെസിപ്പീസും അതേപോലുള്ള നല്ല നല്ല വീഡിയോസും കാണുന്നവരെ ബൈ. Hope you like the video. See you with another interesting video. Bye then, signing off from Black and Blank.